നമസ്കാരം യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ തലവൻ മൂവി കണ്ടിരിക്കുകയാണ്. ജിസ് ജോയുടെ സംവിധാനത്തിൽ ഇന്നലെ റിലീസായ സിനിമ ഗംഭീരം. എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി മൂവി, നല്ലൊരു ക്രൈം ത്രില്ലർ മൂവി. കണ്ട് തിയേറ്ററിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, റിലീസ് ടർബോന്റെ കൂടെ ഇറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ നല്ല രസകരമായിട്ട് എനിക്ക് കാണാൻ പറ്റിയ ഒരു ക്രൈം. അധികം കയ്യൊടിയും കൂക്കുവലിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അതിന് ആസ്വാദന ശൈലി ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒരു ക്രൈം ത്രില്ലർ മൂവിയൊക്കെ കാണാൻ പോകുന്ന സമയത്ത്. അപ്പൊ പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിസ് ജോയുടെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമ. ആൾ ആദ്യമായിട്ടാണ് ക്രൈം ത്രില്ലർ മൂവി ചെയ്യുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് ആനന്ദ് തേവരക്കാട്ടും ശരത് പെരുമ്പാവൂർ. ബ്രില്യൻ സ്റ്റോറി തന്നെയാണ് കേട്ടോ. അടിപൊളി സ്ക്രീൻ പ്ലേ, ഗംഭീരമായിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോൻ, ആസിഫ് അലി, മിയ, അനുശ്രീ, ദിലീഷ് പോത്തൻ, കോട്ടയം നസീർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് സിനിമയിൽ. ആ കഥാപാത്രങ്ങളൊക്കെ എല്ലാവർക്കും അത്യാവശ്യം സ്ക്രീൻ സ്പേസും കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ്. അധികം വലിയ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളും കൈകാര്യം ഒന്നും ഇടാണ്ട് നല്ല വൃത്തിക്ക് നല്ല രസകരമായിട്ട് ആള് മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിജു മേനോൻ ഒരു CI ജയശങ്കറിന്റെ കഥാപാത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആസിഫ് അലി ഒരു കാർത്തിക് എന്ന കഥാപാത്രം, SI കാർത്തിക്. അപ്പോൾ ഇവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഈഗോ ഈഗോ വളർന്നു വരികയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ബിജു മേനോന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർക്കശക്കാരനായ ഒരു പോലീസ് ഓഫീസർ. പിന്നെ ആസിഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിടെയും താന്നു കൊടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരു പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആസിഫ് അലിയുടെ. CI ജയശങ്കറിന് ഒരു സംഭവം ഉണ്ടാവുകയും ഒരു ആളുടെ ഒരു ചുറ്റിപ്പറ്റിയിട്ട് ഒരു ക്രൈം നടക്കുകയും പിന്നെ അവിടുന്ന് നമ്മുടെ SI കാർത്തിക്, നമ്മുടെ ആസിഫ് അലിയുടെ കഥാപാത്രം തുടർന്ന് അന്വേഷിക്കുകയും തുടർന്ന് ഉണ്ടാവുന്ന സംഭവം കുറെ കാര്യങ്ങളൊക്കെ നല്ല ത്രില്ലടിപ്പിക്കുന്ന കുറേ പരിപാടികൾ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിൽ സീറ്റിൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ജിസ് ജോയി ആ തരത്തിൽ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ ഇന്റർവെൽ ബ്ലോക്ക് തന്നെ അത്യാവശ്യം നല്ല രസകരമായിട്ടാണ് ഇന്റർവെൽ ബ്ലോക്ക് വെച്ചിരിക്കുന്നത്. നമ്മളെ സസ്പെൻസ് ഒട്ടും കളയാണ്ട് ആ തരത്തിലാണ് ഇന്റർവെൽ ബ്ലോക്ക് കൊണ്ടുവച്ചേക്കണം. അപ്പൊ നമ്മള് ആ ഒരു ആകാംക്ഷയുണ്ട് സെക്കൻഡ് ഹാഫിൽ ഇനി എന്തുണ്ടാവും. ആ ആകാംക്ഷ ഒട്ടും കുറയാതെ തന്നെയാണ് സെക്കൻഡ് ഹാഫും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. നമുക്ക് ചില സിനിമകള് ഈ ക്രൈം ത്രില്ലർ മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമുക്കൊരു പരിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആരാണ് ഇതിന്റെ കുറ്റവാളി, ഇത് ആരാണ് ഈ ക്രൈം ചെയ്ത ഒരാള് എന്ന് നമുക്ക് പിടികിട്ടും. പക്ഷെ ഇത് എന്ന് പറഞ്ഞ ജിസ് ജോയി പ്രേക്ഷകനെ ഒട്ടും പിടികിട്ടാണ്ട് ഉള്ള രീതിയിലാണ് ജിസ് ജോയി ഇതിനെ കൈകാര്യം ചെയ്തതെന്ന് പറയുമ്പോൾ അത് നമ്മളിത് കാണുമ്പോഴേ, സിനിമ കാണുമ്പോൾ നമുക്ക് പലരിലേക്ക് ചിന്ത പോകും. സസ്പെൻസ് ഒട്ടും കളയാണ്ട് പടത്തിന്റെ ആസ്വാദനം ഒട്ടും നശിപ്പിക്കാണ്ട് ലാസ്റ്റ് വരെ നമ്മൾ പിടിച്ചിരുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഈ സിനിമയിൽ. ലാസ്റ്റ് ഒരു ട്വിസ്റ്റിലേക്ക് മാറിയിട്ടാണ് സിനിമ അവസാനിക്കുന്നത് തന്നെ. ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സിനിമയുടെ അവസാനം സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ് കൊടുത്തിട്ട് സിനിമ അവസാനിപ്പിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു സൈക്കോ കഥാപാത്രം ആണ് വില്ലൻ എന്ന് കാണിക്കുന്ന തരത്തില് കുറെ സ്ക്രീനിൽ നമുക്ക് കുറെ ചുമന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ചുമന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സൈക്കോ കഥാപാത്രങ്ങൾ. ഇപ്പൊ ഒരു സൈക്കോ കഥാപാത്രം വന്നു കഴിഞ്ഞാൽ അവന്റെ റൂമിൽ എപ്പോഴും ചുമന്ന ലൈറ്റ് നിർബന്ധമാണെന്ന് പറയണ പോലെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ പടത്തില്. പിന്നെ ആസിഫ് അലിയുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീഗിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിൽ ആസിഫ് അലി ഇടുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. പിന്നെ മിയ ചെയ്തിരിക്കുന്ന റോള്, അത് മിയ ഒരു കാലിന് വയ്യാത്തൊരു ആളായിട്ട് ഒരു പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ മിയ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബിജു മേനോന്റെ ക്യാരക്ടർ ആസ് യൂഷ്വൽ ബിജു മേനോൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് സിനിമ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് തലവൻ എന്ന മൂവി. അപ്പൊ ധൈര്യമായിട്ട് പോയി കാണാം. ഗംഭീരം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സസ്പെൻസ് കളയാണ്ട് നിങ്ങളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു മൂവിയാണ് തലവൻ. അപ്പോ ഇത്രയൊക്കെ തന്നെയുള്ളൂ സിനിമ പറ്റിയിട്ട് പറയാനുള്ള. അപ്പോൾ
അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണനയിൽ വെച്ചേക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.